ഹായ് കൂട്ടുകാരെ, എൻ്റെ മുറ്റത്ത് നിൽക്കുന്ന വലിയ നാരകത്തെ കണ്ടോ? ഈ വലിയ നാരകത്തിൻ്റെ ഇലകളെല്ലാം ഇപ്പോൾ നല്ല പച്ച കളറിൽ ഉണ്ടായി വന്നിട്ടുണ്ട്. ഈ ഇലകൾ വെച്ചുകൊണ്ട് ഒരു നല്ല സംഭാരമാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. വേനൽക്കാലത്ത് നമുക്കുണ്ടാകുന്ന യൂറിനറി ഇൻഫെക്ഷനെ തടയാൻ ഈ സംഭാരത്തിന് സാധിക്കും. പണ്ടുകാലം മുതലേ മുത്തശ്ശിയും അമ്മയൊക്കെ ഉപയോഗിച്ചു വരുന്ന ഒരു സംഭാരമാണ് ഇത്. അപ്പം ഞാൻ അതിനായിട്ട് നാരകം ഇല ഒരു 4 എണ്ണം പറിച്ചെടുത്തിട്ടുണ്ട്, 4 or 5 എണ്ണം. നെയ്യ് നീക്കിയ മോരായിരിക്കണം. ഞാൻ മിക്സിയിൽ ഇപ്പോൾ മോര അടിച്ചെടുത്ത് നെയ്യെല്ലാം നീക്കി എടുക്കാൻ പോവുകയാണ്. അപ്പം നെയ്യൊക്കെ ഞാൻ നീക്കിയെടുത്തിട്ടുണ്ട്. 1 ഗ്ലാസ് അളവ് മോരിൽ 2 ഗ്ലാസ് അളവിൽ വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്, ശുദ്ധമായ പച്ചവെള്ളം. ഇനി ഇതിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. ആദ്യമായി ചേർത്ത് കൊടുക്കുന്നത് കറിവേപ്പിലയാണ്. കുറച്ച് കറിവേപ്പില ഞാൻ ചേർത്ത് കൊടുത്തു. കൂടാതെ മല്ലിയില കുറച്ച് ചേർത്ത് കൊടുത്തു. കൂടെ തന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി കുത്തിച്ചതച്ചെടുത്തതാണ്. തോലൊന്നും ഞാൻ കളഞ്ഞിട്ടില്ല, വീട്ടിലുണ്ടായതാണ്. നല്ലപോലെ മണ്ണൊക്കെ നീക്കി നന്നായിട്ട് കഴുകിയെടുത്ത് കുത്തിച്ചതച്ച ഇഞ്ചി കഷ്ണങ്ങളാണ് മോരിൽ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ചേർത്ത് കൊടുക്കുന്നത് പാകത്തിന് ഉപ്പാണ്. അപ്പം നല്ലൊരു സ്വാദ് വരും. പ്രഷറുള്ളവർ ഉപ്പ് ചേർക്കരുത്. കൂടെ തന്നെ നാരകത്തിൻ്റെ ഇലയും കൂടി ചേർത്ത് കൊടുത്തു. ഇനി ചേർത്ത് കൊടുക്കുന്നത് നല്ല ഒരു വലിപ്പത്തിലുള്ള 3 ചെറിയ ഉള്ളിയാണ്. കൂടെ തന്നെ കുറച്ച് കുരുമുളക് കൂടി, പച്ച കുരുമുളകാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഒരു 4-5 മണി 5-6 മണി പച്ച കുരുമുളക്. ഇത് നല്ല ഔഷധ ഗുണമുള്ളതാണ്. ഇനി ഇതില്ലെങ്കിൽ കാന്താരി മുളകോ പച്ചമുളകോ 1 എണ്ണം ചേർത്ത് കൊടുത്താൽ മതിയാകും. കൂടുതൽ എരിവ് വേനൽക്കാലത്ത് നല്ലതല്ല. അപ്പം ഇത് നല്ല പോലെ അരച്ചെടുക്കുകയാണ്. നന്നായിട്ട് തന്നെ അരച്ചെടുക്കണം, ഒരു 5 മിനിറ്റോളം. അപ്പോൾ ഇത് അരഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇത് ഞാൻ ഒരു അരിപ്പ വെച്ച് അരിച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ചെറിയ പാത്രമാണ്, വലിയ അരിപ്പയും ആണ്. അപ്പോൾ അതാ അരിച്ചെടുക്കുകയാണ്. ഇതൊക്കെ അരിച്ചെടുത്ത് കഴിഞ്ഞു. ഇതുപോലെ മുഴുവനും നമ്മൾ അരിച്ചെടുക്കണം. അപ്പോൾ ഇതിൻ്റെ ചണ്ടിയെല്ലാം ഇതാ അടിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ഈ ചണ്ടിയെല്ലാം മാറ്റിയെടുത്തു. ഇപ്പം ഇതാ നമ്മുടെ സംഭാരം, ഔഷധ ഗുണമുള്ള നല്ലൊരു സംഭാരം റെഡിയായി വന്നിട്ടുണ്ട്. നല്ല ഒരു സ്വാദാണിതിന്. ട്രൈ ചെയ്യൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, സബ്സ്ക്രൈബും ചെയ്യണേ ചാനൽ. ഈ ഒരു സംഭാരത്തിൻ്റെ ഔഷധ ഗുണങ്ങൾ കൂടി ഞാൻ ചേർക്കുകയാണ്. ഇത് കുടിക്കുന്നത് നല്ലൊരു ദാഹശമനിയായിട്ട് മാത്രമല്ല, ഇതിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. അതായത് നമ്മുടെ വയറ്റിൽ കെട്ടിക്കിടക്കുന്ന ഗ്യാസൊക്കെ ഒഴിഞ്ഞു പോകാൻ ഈ ഒരു സംഭാരം സഹായിക്കുന്നു. പൈൽസ് രോഗികൾക്കും ഇത് കഴിക്കുന്നത് അവരുടെ അസുഖത്തിൻ്റെ കാഠിന്യം കുറയാൻ നല്ലതാണത്രേ. മാത്രമല്ല ഇത് കഴിക്കുമ്പോൾ വയറിൽ കെട്ടിക്കിടക്കുന്ന ദഹിക്കാത്ത വസ്തുക്കളൊക്കെ ദഹിച്ചു പോവാനും നല്ലതാണെന്ന് പഴമക്കാർ പറയുന്നു.